ഹലോ ഗായ്സ്, ഇന്ന് നവംബർ 14 ചിൽഡ്രൻസ് ഡേ ആയിരുന്നു. അപ്പോൾ ആമി രാവിലെ തന്നെ അംഗൻവാടി പോയിട്ടുണ്ടായിരുന്നു. അംഗൻവാടി പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. ആമി ചാച്ചാജി ആയിട്ടാണ് പോയത്. അടുത്ത എല്ലാ പിള്ളേർക്കും ചാച്ചാജി ആയിരുന്നു കേട്ടോ. എല്ലാവരും കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ടീച്ചറും വൈറ്റ് ഡ്രസ്സ് ആയിരുന്നു ഇട്ടേ. എല്ലാവരും നല്ല സുന്ദരിമാരൊക്കെ ആയിട്ടാണ് എല്ലാവരും വന്നേ. അപ്പോൾ രാവിലെ പോയിട്ട് ആമിക്ക് ചെറിയൊരു മടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം മാറി പിന്നെ ആമി നല്ല കുട്ടിയായിന്. പിന്നെ ഇവർ പ്രെയർ ആയിരുന്നു കേട്ടോ. ഇവർ രാവിലെ തന്നെ പ്രെയറെല്ലാം ചൊല്ലുന്നുണ്ടായിന്. ആമി ആടെ എവിടെയോ മൂലക്ക് നിൽക്കുന്നുണ്ട് കേട്ടോ. ആമിക്ക് എന്തോ ഒരു കുശുമ്പ് പിടിച്ചിന്. ആടെ മൂലക്ക് പോയി നിന്നിട്ടുണ്ട്. പിന്നെ ഇവർ റോട്ടിലൂട്ട് പോസ്റ്ററും പിടിച്ച് നടക്കലാണ് കേട്ടോ. ചെണ്ട മുട്ടുന്നുണ്ടായിരുന്നു, പോസ്റ്റർ പിടിച്ച് നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആളുകൾ കുറച്ച് നടന്നു കേട്ടോ. ഇവരെല്ലാം ഇങ്ങനെ പിടിച്ചിട്ട് നല്ല രസമുണ്ട് കാണാൻ ഗൈസ്. എന്നിട്ട് ഇതാണ് അംഗൻവാടിയിലെ ആൻറ്റി, റീത്ത ആൻറ്റി. അപ്പം ഇതാ ഓരോരുത്തരുടെ മുഖം കണ്ട നല്ല രസമുണ്ട് ഗൈസ്. ഇതാണ് അംഗൻവാടി ടീച്ചർ. അപ്പോൾ ഇവർ കുറച്ചിങ്ങനെ നടക്കുന്നുണ്ടായിന്. തബലയും ചെണ്ടയെല്ലാം മുട്ടി, പിന്നെന്താ പറയുക, ഇതെല്ലാം പിടിച്ച് പോസ്റ്ററെല്ലാം പിടിച്ച്, പിന്നെ പ്ലക്കാർഡെല്ലാം പിടിച്ച് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. പാരൻസും ഉണ്ടായിരുന്നു കേട്ടോ. പാരൻസ് എല്ലാം ഉണ്ടായിന്. അപ്പോൾ ഇവരിവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. കുറച്ച് നടന്നിട്ടില്ല, അത്രയൊന്നും നടന്നിട്ടില്ല, കുറച്ച് നടക്കുന്നുണ്ടായിന്. ഇങ്ങനെ നല്ല രസമുണ്ടല്ലോ ഇവനിങ്ങനെ കാണാൻ നടന്നു പോകുമ്പോൾ. ഗൈസ് കണ്ട ബാക്കിൽ ആമി ഇങ്ങനെ നടന്ന് വരുന്നുണ്ട്. എല്ലാവരും വെവ്വേറെ വഴിക്കാണ് പോകുന്നു കേട്ടോ. നല്ല രസമുണ്ട് ഗൈസ്. അന്നേരം അമ്മയും വൈറ്റ് ഡ്രസ്സായിട്ട് ഇട്ടെ. അങ്ങനെ ഇവരിങ്ങനെ കുറച്ചേ നടന്നിട്ടില്ല. പിന്നെ ഇവർ തിരിച്ചു തന്നെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ പായസം കുടിച്ചേട്ടോ. സേമിയ പായസത്തിനും പായസമെല്ലാം കുടിച്ചതിന് ശേഷം പിന്നെ പിള്ളേർ ഫേവറേറ്റ് ഗെയിം മുട്ടായി പെറുക്കലിന് പിള്ളേർ നിർത്തിയേട്ടാ. മുട്ടായിയെല്ലാം നിലത്ത് ഇങ്ങനെ ഇട്ടിട്ട് പിള്ളേരെ വട്ടത്തിൽ നിർത്തിച്ച് ആമി എല്ലാം ഡ്രസ്സെല്ലാം പിടിച്ച് ഫുള്ള് റെഡിയായിട്ടാ ഉള്ള മുട്ടായി പെറുക്കേണ്ടിയിട്ട് പെറുക്കേ വേണ്ടൂന്ന് വാങ്ങിച്ച് ഇങ്ങനെ നിൽക്കുന്നേ ഉള്ളൂ. അങ്ങനെ മുട്ടായി പെറുക്കൽ തുടങ്ങി കേട്ടോ. എല്ലാവരും എന്താ പറയുക, ഇങ്ങനെ പെറുക്കേണ്ടിയിട്ട് ഭയങ്കര ഇതായി നിൽക്കല. മുട്ടായി ആടിയൂടിയും ഇട്ടിട്ടുണ്ട് ടീച്ചർ. അങ്ങനെ എല്ലാവരും മുട്ടായി പെറുക്കാൻ തുടങ്ങി. ഭയങ്കര ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ. എല്ലാവർക്കും ഭയങ്കര നല്ലൊരു ഇതായിരുന്നു. മുട്ടായി പെറുക്കുമ്പോൾ നല്ല ഫാസ്റ്റായിട്ട് പെറുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആമി ഈ 12-13 സംതിങ് പെറുക്കിയിട്ടുണ്ടായിരുന്നു. ഇതാ ആടുന്ന് ഇടുന്നെല്ലാം എല്ലാവരും പെറുക്കുന്നുണ്ട്. അതിൻ്റെ അടുക്കുന്ന ഒരു കുട്ടി കരയുന്നുണ്ടായിരുന്നു കേട്ടോ. ഒന്നും പെറുക്കിയിട്ടില്ല. എന്നിട്ട് ടീച്ചറായി കൊടുക്കുന്നുണ്ട് എല്ലാവരും. ടീച്ചർ ഇങ്ങനെ ഓരോരുത്തരെ മുട്ടായിട്ട് എണ്ണി നോക്കുന്നുണ്ടായിരുന്നു. അവരെല്ലാം നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു ആടെ എല്ലാവരും. അങ്ങനെ പിള്ളേരെല്ലാം നല്ലോണം പെറുക്കിയിട്ടുണ്ടായിന്. ഇങ്ങനെ എണ്ണി നോക്കുന്നുണ്ടായിന്. ഫസ്റ്റ് ആരെന്ന് അറിയില്ല കേട്ടോ. എന്നാലും എല്ലാവരും നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വേറെന്തോ ഗെയിം കളിച്ചായിരുന്നു കേട്ടോ. എല്ലാ മുട്ടായി എണ്ണീറ്റ് റീത്ത ആൻറ്റി എല്ലാവർക്കും കൊടുത്തിന് കേട്ടോ. എന്നിട്ട് പിന്നെ ഇവർ ബിസ്ക്കറ്റ് കടിക്കുന്ന കളി കളിച്ചേട്ടാ. ഇങ്ങനെ തുള്ളിക്കളിക്കുന്നല്ലാണ്ട് ആരും കടിക്കുന്നില്ലേനു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തുള്ളിക്കളിക്കുന്നതാണ്. ആമി ആടുന്ന് എന്തെല്ലോ കളിക്കുന്നുണ്ട് ഇവരെല്ലാം നോക്കിയിട്ട്. അപ്പോൾ ഇവർ നല്ലോണം അടിച്ച് പൊളിച്ചെന്ന് തോന്നട്ടോ. നല്ലോണം തുള്ളിക്കളിക്കുന്നുണ്ട്. എന്താ പറയുക, ബിസ്ക്കറ്റ് ആർക്കും കടിക്കാൻ കിട്ടുന്നില്ല. പിന്നെ കൈ കൊണ്ട് എടുക്കാൻ നോക്കിനി. പിന്നെ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെയും തുള്ളി കളിക്കുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു ഇവരെ കളിയെല്ലാം കാണാൻ. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ എന്തോ പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു കേട്ടോ. ആമി എന്തെല്ലോ പറയുന്നുണ്ടായിരുന്നു. എനിക്ക് ഇതെല്ലാം കണ്ടിട്ട് ചാച്ചാജി പ്രസംഗിക്കുന്ന പോലെ കേട്ടോ തോന്നിയ. നല്ല രസമുണ്ട് കാണാൻ, എന്തെല്ലോ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താ പറയുക, നല്ല രസമുണ്ട് അല്ലേ. ചാച്ചാജി പ്രസംഗിക്കുന്ന പോലെ തന്നെയാണ്. മൈക്കെല്ലാം പിടിച്ചിട്ട് ആമിക്ക് മൈക്കിൽ പാടാൻ ഭയങ്കര ഇഷ്ടമാട്ടാ. അത് കഴിഞ്ഞ് പിന്നെ വലിയൊരു മുട്ടായി പെറുക്കലായിരുന്നു കേട്ടോ. എൻ്റെ അമ്മ എന്ത് സ്പീഡല്ലേ. കുട്ടികളെല്ലാം ആടിയിരുന്ന് കൈമുട്ടി കൊടുക്കുന്നുണ്ട് വലിയവർക്ക്, പാരൻസിന്. അപ്പോൾ എന്താ പറയുക, ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയുക, മ്യൂസിക്കൽ ചെയറായിരുന്നു കേട്ടോ എല്ലാവർക്കും. പിന്നെ ഇതും ഫേവറേറ്റ് കളിയല്ലേ. പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടോ ഓടുന്നത്. 4 സൈഡാണ് 4 ആൾ ഓടുന്നു. പിന്നെ കുറേ ഇങ്ങനെ മ്യൂസിക്കൽ ചെയറെല്ലാം കളിച്ച് കുറേ ഇങ്ങനെ വട്ടം ചുറ്റി മ്യൂസിക്കൽ ചെയറെല്ലാം കളിച്ചിനാട്ടാ. പിന്നെ വേറെന്തോ കളി കളിച്ചിന് ഇങ്ങനെ റൗണ്ട്. കുട്ടികളെല്ലാം ഇന്നത്തെ ദിവസം നല്ലോണം എൻജോയ് ആക്കിന്. ഇവരിങ്ങനെ കുച്ചു വണ്ടിയെല്ലാം കളിക്കുന്നുണ്ടായിന്.
ബാക്കി എന്താ പറയേണ്ടത് എന്നെ ഏൽപ്പിച്ചിട്ട് അമ്മ പറഞ്ഞു എന്നിട്ട് അവളെ പാട്ടിനങ്ങ് പോയി. എന്താ പറയണ്ടേ ഇനി പറയണ്ടേ, അതുകൊണ്ട് ഞാനങ്ങ് ഏറ്റെടുത്തു. അതെല്ലാം കഴിഞ്ഞു. പിന്നെ മക്കളുടെ പാട്ടാണ്. മക്കളുടെ പാട്ട് എന്ന് പറയുമ്പം എന്താ പറഞ്ഞാൽ കേൾക്കാൻ നല്ലൊരു സുഖം തന്നെയല്ലേ. പക്ഷെ പഠിപ്പിച്ചത് ചാച്ചാട്ടിൻ്റെ പാട്ടാണ് പഠിപ്പിച്ചത്. പക്ഷെ അവർ പാടുന്നത് പാലും പഴവും കൈകളിൽ ഏന്തി തന്നെ പാട്ടാണ് അവരെല്ലാവരും പാടുന്നത്. എന്താ ചെയ്യുക, ചിരിക്കും അല്ലാണ്ട്. പക്ഷേ കേൾക്കാനെല്ലാം നല്ല സുഖമായിരുന്നു. മക്കളെ വാക്കുകളും മക്കളെ പാട്ടുകളും ഒരു വേറെ തന്നെയല്ലേ. അതൊക്കെ കേൾക്കാൻ തന്നെ ഒരു സുഖം തന്നെയല്ലേ. അതൊക്കെ കഴിഞ്ഞു. നമ്മൾ സോന ടീച്ചർ എന്താ പറയേണ്ടത് ട്രോഫി വിതരണം ചെയ്തു. റീത്ത ആൻറ്റിയും ടീച്ചറും കൂടിയിട്ട് ട്രോഫിയെല്ലാം സ്നേഹത്തോടെ വിതരണം ചെയ്തു മക്കൾക്ക് വേണ്ടി. മക്കളുടെ സന്തോഷമല്ലേ എല്ലാവർക്കും വലുത്. അപ്പോൾ അതിൻ്റെ ഇതിൽ പിന്നെ ട്രോഫിയൊക്കെ എല്ലാവർക്കും സന്തോഷത്തോടെ സ്നേഹത്തോടെ കൊടുത്തു. അത് കിട്ടിയ പാടും എൻ്റെ മോൾ ഓടി വന്നു എന്നെ കാണിക്കേണ്ടിയിട്ട് അമ്മേന്ന് വിളിച്ചിട്ട്. അപ്പോൾ അവൾക്കൊരു സന്തോഷം കിട്ടിയ. അതൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് കലാശക്കൊട്ട് എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു എന്താ പറയുക ഡാൻസ് ഒന്നും വെറുതെ പാട്ട് വെച്ചങ്ങ് തുള്ളി അത്ര തന്നെ. എന്താ പറയുക, അങ്ങനെ എല്ലാം കഴിഞ്ഞു.